ഹായ് നമസ്കാരം. മാർക്കറ്റ് ട്രവൽസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ മാർക്കറ്റിനകത്ത് ഒരു ഫേക്ക് ന്യൂസ് വന്നിരുന്നു. മാനിപ്പുലേറ്റ് ആയി എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത്. അതായത് കൃത്യം ഒരു 3 മണി അടുപ്പിച്ചൊക്കെ ആയപ്പോഴേക്കും മാർക്കറ്റിനുള്ളിൽ പഴയൊരു ന്യൂസിനെ എടുത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ ചെറിയ എഡിറ്റിംഗ് വരുത്തിക്കൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്. ആ ഒരു ചർച്ച എത്രയും പെട്ടെന്ന് നടത്താവുന്നതാണ് എന്ന് പറഞ്ഞ് ഒരു കമൻറ്റ് ഫോറിൻ മിനിസ്റ്റർ, ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞൊരു കമൻറ്റ് പെട്ടെന്ന് കയറി ഒരുപാട് ടെലിഗ്രാം ഗ്രൂപ്പ്സിനും മറ്റും പോസ്റ്റ് ചെയ്യുന്നത് കണ്ടു. ഞാനും പേഴ്സണലി കണ്ടതാണ്. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഞാൻ മാർക്കറ്റ് സ്പൈക്ക് ചെയ്തതിന് ശേഷം ഞാനത് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത്രയും ന്യൂസ് പെട്ടെന്ന് വൈഡ്ലി എങ്ങനെയോ അത് സ്പ്രെഡ് ചെയ്തു. അപ്പോൾ ആ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വല്ലാണ്ട് അങ്ങ് കയറി. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചല്ല, അതൊരു ഫേക്കായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈ മൊമെൻറ്റത്തിൽ മാർക്കറ്റ് അങ്ങ് ഒരുപാട് നന്നായിട്ട് കയറി. എന്നിട്ട് ഇപ്പോൾ അതിൽ കുറച്ച് പിന്നീട് കുറഞ്ഞു വന്നു എന്നുള്ളത് മാത്രമാണ്. രണ്ടാമത്തത്, ഇത് ഫേക്ക് ആയിരുന്നു എന്നുണ്ടെങ്കിൽ റിയൽ മാർക്കറ്റിനകത്ത് ഇപ്പോൾ ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സപ്പോർട്ടീവ് ഡേറ്റ എന്ന് പറയുന്നത് US ഒരു 30 ദിവസത്തേക്ക് റഷ്യൻ എണ്ണ മേടിച്ചോളാനുള്ള ഒരു അനുമതി ഇന്ത്യക്ക് തന്നു. ആ ഒരു അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഡീല് കുഴപ്പമില്ല എന്നുള്ള ഒരു 30 ദിവസത്തേക്ക് അത് ആ ഒരു തടഞ്ഞു വെച്ചിരുന്ന ഒരു പ്രോസസ്സ് മാറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതവിടെ ഒരു ഹൈ പോസിറ്റീവായിട്ടുള്ളൊരു ഡേറ്റ അല്ല, എന്നാലും ഇതാണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ പ്രത്യേകിച്ച് പറയാൻ ഇല്ല. മാർക്കറ്റ് എന്തായാലും തൽക്കാലം കുറച്ചൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. നമുക്കതിലേക്ക് വരാം. പ്രത്യേകിച്ച് എനിക്ക് ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൽ വലിയ ഡേറ്റ ഒന്നും ഇല്ല. ബിക്കോസ് മാർക്കറ്റിൽ ഒരു വാർ എൻഡിങ്ങിനുള്ള ഒരു സംഭവം വന്നിട്ടില്ല. അപ്പോൾ ഇത് പണ്ടൊരിക്കൽ ബ്രേക്ക് ചെയ്ത ഒരു ലെവലായിരുന്നു അല്ലേ. നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടാലറിയാം, ഈ ഒരു ലെവലിൽ നിന്ന് താഴേക്ക് ഒരിക്കൽ പോയിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പോയാൽ പിന്നെ അടുത്ത ലെവലിൽ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. 24,400 ലെവലുണ്ടായിരുന്നു. ഇത് 25,000 റേഞ്ചിലായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ചെയ്തത് തിരിച്ച് ഓൾമോസ്റ്റ് വന്ന് 25,880 അടുപ്പിച്ച് 24,880 വരെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇന്നലെ സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു പെട്ടെന്നുള്ളൊരു ബൗൺസിങ് എന്ന് പറയുന്നത്, നമ്മൾ ഓപ്പൺ ചെയ്തത് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഗ്യാപ്പ് അപ്പിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. 24,600 റേഞ്ചിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത പറഞ്ഞിരുന്നു. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് അത് തിരിച്ച് താഴേക്കൊന്ന് ഇറങ്ങി തിരിച്ച് വീണ്ടും 600-ൻ്റെ മേളിലേക്ക് കയറി പിന്നീട് സഡൻ ആയിട്ടുള്ളൊരു സ്പൈക്ക് കാരണം മേലിലോട്ട് പോവുകയും, ഇപ്പോൾ അതിൻ്റെ ഒരു ചാർട്ട് മാറ്റിയാൽ അല്ലേ, ഇവിടെ വന്ന് നിന്ന് പതുക്കെ ഇവിടെ നിന്ന് സ്പൈക്ക് ചെയ്ത് നോർമലി കയറി ഒന്ന് സൈഡ് വേസ് പോയതാണ്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഒരു സൈഡ് വേസ് ഏരിയ ആയിരുന്നു. ഇവിടെ പോയി തിരിച്ചു വന്നു, ഇവിടെ പോയി തിരിച്ചു വന്നു, പോയി തിരിച്ചു വന്നു. അതിനുശേഷം അതിഭീകരമായിട്ടുള്ള ഒരു 2 ക്യാൻഡിൽ അവിടെ സംഭവിച്ചു. ഈ ക്യാൻഡിലിൻ്റെ സമയത്താണ് ഓൾമോസ്റ്റ് 2:30-2:45 മണിക്ക്, കറക്റ്റ് 2:30-2:45 മണിക്കാണ് ആ ഒരു മൊമെൻറ്റം വരുന്നത്. അപ്പോൾ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളവിടെ എന്ത് പറ്റി എന്ന് ഗ്രൂപ്പിനകത്ത് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു മെസ്സേജ് ഞാനവിടെ ഷെയർ ചെയ്തിരുന്നു. നമ്മൾ ഈ ഒരു മാനിപ്പുലേഷൻ്റെ ഭാഗം നമ്മളായിട്ടില്ലായിരുന്നു, പക്ഷെ ട്രേഡ് ചെയ്തു. അതിഭീകരമായിട്ടുള്ള ഒരു മൊമെൻറ്റം ട്രേഡ് അവിടെ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇതായിരുന്നു ഞാൻ ട്രേഡ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ്. അത്യാവശ്യം സൈഡ് വേസ് പോയ ഒരു സെൻസെക്സ് ഈ സൈഡ് വേസിനുള്ളിൽ പലപ്പോഴും ആദ്യത്തെ മാർക്കറ്റിൽ താഴേക്ക് വന്നപ്പോൾ ട്രേഡ് ചെയ്തു, മേളിലേക്ക് പോയപ്പോഴും പിന്നീട് താഴേക്ക് വന്നപ്പോഴും മേളിലോട്ട് പോയപ്പോഴൊക്കെ എല്ലാ സൈഡിലുള്ള ട്രേഡും എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ട്രേഡിംഗ് ഡേ ആയിരുന്നു ഇന്നലെ.
കാരണം ഈ മൂവ്മെന്റ് എന്ന് പറയുന്നത് 300 പോയിന്റിന് മേളിലായിരുന്നു ഓരോ ട്രേഡും. സോ സ്കാൽപ്പ് ചെയ്യാൻ 50 പോയിന്റോളം പ്രീമിയം കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അത് കാരണം നല്ലൊരു ട്രേഡ് കിട്ടുകയും ചെയ്തു. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഈ ഒരു സൈഡ് വേസ് ഏരിയയിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് തിരിച്ച് വീണ്ടും ഇത് ഏതാണ്ട് ഈ ഒരു ലെവലിൽ വരാനുള്ള സാധ്യതയുണ്ട്. 24,500 മേളിൽ വരാൻ സാധ്യതയുണ്ട്. സോ ഇനി ഈ ചാർട്ട് ഇങ്ങനെ തന്നെ ഇടുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രേഡ് മാക്സിമം വന്ന് തട്ടി നിൽക്കാനുള്ള സാധ്യത 24,500 ടു 24,660 റേഞ്ചിലായിരിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. സോ ഈ ചാർട്ട് നിങ്ങളുടെ ഇതിലേക്ക് തന്നെ മാറ്റി വരയ്ക്കാൻ തീരുമാനിക്കുക. ബിക്കോസ് ഇത് വർഷങ്ങളായിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ബോക്സാണ്. ഇത് ഈ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ബോക്സാണ്. സോ ഈ ഒരു ബോക്സിനുള്ളിൽ എപ്പോഴും സൈഡ് വേസ് ഒരു 160 പോയിൻറ്റിൻ്റെ സൈഡ് വേസ് ഏരിയ ആണ്. സോ ഈ ഒരു സൈഡ് വേസ് ഏരിയയിലേക്ക് നമ്മൾ തിരിച്ച് വീണ്ടും വന്നിട്ടുണ്ട്. സോ ഇവിടുത്തെ അടുത്ത മെയിൻ ട്രേഡ് എന്ന് പറയുന്നത് 24, ഇത് താഴേക്ക് വന്ന് ഇവിടെ ആയിരിക്കും ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. സോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്കാണെങ്കിൽ 440, അതായത് ഈ ഒരു ഏരിയ ആണ്. അടുത്ത് 360 എന്ന് പറഞ്ഞാലും നിങ്ങൾക്കറിയാം, ഞാനത് 350 ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറില്ല അല്ലേ. അപ്പോൾ 24, സോറി ഒരിക്കൽ കൂടെ പറയാം, 24,100, 24,000 ഉണ്ട്. അതൊരു വലിയൊരു ബോക്സാണ്. 24,000 ആണ് മാർക്കറ്റിൻ്റെ കംപ്ലീറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. 24,000, 23,800, 24,000, 24,100, 24,240, 350, 440, അടുത്ത് 500, 520 റേഞ്ച്, 600, 660, 720, 800 എന്നിങ്ങനെയാണ് അതിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത്. സോ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക 500 എന്ന ബോട്ടത്തിലായിരിക്കും. 440 അവിടെ ഉണ്ട്. ഓക്കെ, 440 താഴേക്ക് 350, 240 ആയിരിക്കും ഇന്നത്തെ ഏറ്റവും നല്ല സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. 440, 350 ഉണ്ട്. അതിനുശേഷം 500, 520, അത് കഴിഞ്ഞ് 600, 660, 720, 800 സംതിങ് ആണ് അടുത്ത ലെവൽസ് എന്ന് പറയുക. ഈ ലെവലിനനുസരിച്ചിട്ടുള്ള ട്രേഡ് നിങ്ങൾ പ്ലാൻ ചെയ്യുക. സെൻസെക്സും സെയിം അത് തന്നെയാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 79,300, 79,400 റേഞ്ചിലായിരിക്കും. ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതൊരു ബിഗിനറിനും ചാർട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു 79,280 റേഞ്ചിൽ, ഇവിടെ താഴെ 78,000, 78,660 റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. തിരിച്ച് വീണ്ടും ഏതാണ്ട് 80,000 റേഞ്ചിൽ റെസിസ്റ്റൻസും ഉണ്ട്. സോ ഈ ഒരു ലെവൽ നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് ഇന്നത്തെ ട്രേഡിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. ഒരുപാട് അഗ്രസീവ് ആവാതിരിക്കുക. മാർക്കറ്റിൽ ഇതുപോലത്തെ മാനിപ്പുലേഷൻ ഇന്നും വന്നേക്കാം. ഇന്നും ഇതുപോലത്തെ ഹൈ വോളറ്റൈലിറ്റി വന്നേക്കാം. കാരണം ശനി ഞായർ വരാൻ പോവുകയാണ്. അതിനനുസരിച്ചിട്ടുള്ള ഒരു സംഭവം അവിടെ ഉണ്ടാകും. അപ്പോൾ ഗ്രൂപ്പിനകത്ത് ഒരുപാട് പേര് റിലയൻസിൻ്റെ ഒരു അനാലിസിസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിലയൻസ് സ്റ്റിൽ ഒരു ബെയറിഷ് ട്രെൻഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ പുതിയ പൊസിഷൻ കുറച്ച് വേണമെങ്കിൽ എടുത്തിടാം. പക്ഷെ ഒരു ബ്രേക്ക് ഔട്ട് വന്ന് ഇന്ന് കയറി വരുവാണെങ്കിൽ 1412 മേളിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ 1400 മേളിലോ 1440 മേളിലൊക്കെയാണ് ഇതിനകത്ത് യഥാർത്ഥ ട്രേഡ് ഉള്ളത്. സോ അതുവരെ വെയിറ്റ് ചെയ്യുക. കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ മിനിമം 1400 മേളിലൊരു സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസിങ് വേണം എന്നുള്ളതാണ്. ഇത് ഈ റീസെൻ്റ് ആയിട്ടുള്ള ഈ 1360 താഴെ ഒരു SL കീപ്പ് ചെയ്തിട്ട് നമ്മൾ പണ്ടൊരിക്കൽ റിലയൻസ് ഇതുപോലെ ട്രേഡ് ചെയ്തിരുന്നു. സോ അത് തന്നെ നമുക്ക് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം നീണ്ടുപോയി. സോ മൺഡേ നമുക്ക് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് വരാം. ട്രേഡ് സേഫ്, ടേക്ക് കെയർ.